വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ 2 ദിവസത്തിൽ ശക്തിയാർജിക്കും. കേരളത്തിൽ വീണ്ടും മഴ മുന്നറിയിപ്പ്. ഡീറ്റെയിലായി വിവരം നോക്കാം. ഒപ്പം 7.4 തീവ്രത രേഖപ്പെടുത്തിയ അതിതീവ്ര ഭൂചലനത്തിൽ പടുകൂറ്റൻ കെട്ടിടങ്ങളടക്കം തകർന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും വീഡിയോയും വാർത്തയും നോക്കേണ്ടതുണ്ട്. ഡീറ്റെയിലായി വിവരങ്ങളെല്ലാം നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ 5 ദിവസം കൂടി മഴ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം അടുത്ത 2 ദിവസത്തിനുള്ളിൽ കൂടുതൽ ശക്തി പ്രാപിച്ച് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയെന്നാണ് വിലയിരുത്തൽ. എന്നാൽ കൂടുതൽ ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ, റെഡ് അലർട്ടുകളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിൽ മഴ സാഹചര്യം കുറവാണ്. ന്യൂനമർദ്ദം ശക്തി ആർജിക്കുന്നതിനനുസരിച്ച് വീണ്ടും മഴ എത്തുമെന്നാണ് കണക്കാക്കുന്നത്. ദക്ഷിണ പസഫിക് മഹാസമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ വാനുവാഡുവിന്റെ തലസ്ഥാനമായ പോർട്ട് വില്ലയിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ സുനാമി മുന്നറിയിപ്പടക്കം നേരത്തെ വിലയിരുത്തൽ നടത്തിയ വലിയ ഭൂചലനം ഉണ്ടായിരിക്കുന്നു. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ജനങ്ങൾ കൂട്ടത്തോടെ നിലവിളിച്ച് ഓടുന്നതിൻ്റെ അടക്കം പരിഭ്രാന്തരായതിൻ്റെ അടക്കം ദൃശ്യങ്ങൾ പുറത്തു വന്നു. US എംബസിയുടെ 3ാമത്തെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 7.4 തീവ്രതയാണ് ഭൂചലനത്തിന് ഉണ്ടായിരുന്നത്. വലിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുന്നു.